വേറെ എത്രയോ പണിഷ്മെന്റ് ഉണ്ടെന്ന്. വേറെ പണിഷ്മെന്റ് പറ, വേറെ പറ. ഒന്നാമത്തെ വേറെ പണിഷ്മെന്റ് പറ. പുറത്തു പോയതാ പിന്നെ ഇതെന്തിനാ നീ പറഞ്ഞിട്ട് കളിക്കുന്ന പണിഷ്മെന്റ് നേരത്തെ? ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ബക്കറ്റിലിരുന്നു. അതെ, 3 പണിഷ്മെന്റ് മര്യാദക്ക് പറയണെങ്കിൽ ഞാൻ ഗെയിം കളിക്കും. 3 പണിഷ്മെന്റ് മര്യാദക്ക് പറഞ്ഞ ഇതാ, മര്യാദക്ക് പറയണെങ്കിൽ ഞാൻ ഗെയിം കളിക്കും. അല്ലെങ്കിൽ ഗെയിം കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് പറഞ്ഞോ. ഇതിപ്പോ നൗഫൽഖാന്റെ പണിഷ്മെന്റ് അല്ലേ ഇത്? എന്റെ പണിഷ്മെന്റ് വേറെ ആയിരിക്കും ചിലപ്പോ. പറയുന്നില്ല, ഗെയിം കഴിഞ്ഞിട്ട് പറയാം. ഗെയിം കളിച്ച് വേണ്ട പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കഴിയില്ല. അതുകൊണ്ട് പറയുന്നത് പയ്യ ഞാനത് എടുക്കൂല ഇതെടുക്കൂല എന്നിട്ട് ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും. ഇപ്പൊ 1.5 ലക്ഷം കോയിൻസാ വന്നിപ്പോ. ഏത് ഹോസ്റ്റേഡ് കളിച്ചപ്പോഴാണ് 1 ലക്ഷം കോയിൻ വന്നത്? ഏത് ഹോസ്റ്റേഡ് കളിച്ചപ്പോഴാണ് ഇപ്പൊ 1 ലക്ഷം കോയിൻ വന്നത്? ഇപ്പൊ മാളൂട്ടിനെ കൊന്നിട്ട് വരുന്നു. ഇപ്പൊ മാളൂരെ കൊന്ന എന്താ പണിഷ്മെന്റ് എടുത്ത് നോക്ക്. പണിഷ്മെന്റ് ഇതന്നെ, കേറ്റന്റെ സൗണ്ട് ആക്കല്, ഉറുമ്പിന്റെ സൗണ്ട് ആക്കുക, ഓരോരുത്തരെ വിളിക്കുക, അന്നേരം ഓരോന്നിന്റെ സൗണ്ട് ആക്കും. ഇതിനൊക്കെ എത്ര? 150 അവിടുത്തെ സ്കോർ 150 പറയുന്നല്ലോ. ഇവിടെ ആൾക്കാർ ഒന്ന് കമന്റ് ഇടുന്നല്ലോ. അവിടെ 150 ലക്ഷം. ഇവര് 44 പോയിന്റ് തന്നെ. 44 പോയിന്റ് ആണത്. 44 പണിഷ്മെന്റ് ആയിട്ട് എടുത്തോ, പിന്നെ പേടിക്കണ്ടല്ലോ. പണിഷ്മെന്റ് ആയിട്ട് എടുത്തോ. ഒന്ന് എന്റെ പണിഷ്മെന്റ് പറയാം, 3 വിജയിക്കും പറഞ്ഞോ. എന്റെ പണിഷ്മെന്റ് 1, അതായത് ബേക്ക് വിളിക്കുക, ഓരോന്നിന്റെ പേര് വിളിക്കുക, അതിന്റെ സൗണ്ട് ഉണ്ടാവും. ഓരോന്നിന്റെ പേര് ഞാനെന്താ ആടും പട്ടി, ഞാൻ മൃഗമാണോ? ഓരോന്നിന്റെ പേര് പറയുമ്പോ സ്കൂളിൽ മിമിക്രി കളിക്കില്ല, സ്കൂളിൽ മിമിക്രി കളിക്കില്ല. എനിക്ക് മിമിക്രി അറിയത്തില്ല. എന്ത് മിമിക്രി? എനിക്കറിയാം മിമിക്രി. അറിയുമ്പോലൊക്കെ ഇതൊക്കെ ചെറിയ പണിഷ്മെന്റ് ആണെങ്കിൽ ഓക്കെ. ഞാൻ ചെറിയ പണിഷ്മെന്റ്, ഫേസിൽ പൗഡർ ഇടാനോ അല്ലെങ്കിൽ സിറ്റപ്പോ അങ്ങനെയുള്ള കുഞ്ഞു പണിഷ്മെന്റ് പറ. ഫേസിൽ പൗഡർ ഇടാനോ അല്ലെങ്കിൽ ഫേസിൽ ബ്ലാക്ക് ആക്കാനോ അല്ലെങ്കിൽ സിറ്റപ്പ്, അങ്ങനെ ചെറിയ പണിഷ്മെന്റ് പറ. അല്ലാണ്ട് ഇതെന്താ പണിഷ്മെന്റ്? അതിന്റെ ചെറിയ പണിഷ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വലിയ സ്കോർ വരുമ്പോ ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇൻഫ്ലോ എന്നും പറഞ്ഞു ഇപ്പൊ ചെറിയ ഗെയിമേഴ്സ് ഒന്നും ഗെയിം കളിക്കണ്ട. നിങ്ങൾക്ക് 1 ലക്ഷം കോയിൻ എപ്പോഴും വരുന്നു പറഞ്ഞ കളിക്കണ്ടെന്നാണ് നിജ പണിഷ്മെന്റ് പറയുന്ന 3 ഞാൻ നോക്കിയോട്ടെ. എന്റെ വളരെ ചെറിയ ഫ്രൂട്ട്സ് തുടങ്ങി ആപ്പിള്, മുന്തിരി. എന്റെ കുഞ്ഞി പണിഷ്മെന്റ് ആയിരിക്കും. ചിലപ്പോ സിറ്റപ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഡാൻസോ അല്ലെങ്കിൽ ആപ്പിള്, മുന്തിരി, പപ്പായ അങ്ങനത്തെ എല്ലാം തിന്നുവാ. ഇതൊക്കെ വാങ്ങിത്തരുമോ? എല്ലാം ഞാൻ തിന്നപ്പുറത്ത് പണിഷ്മെന്റ് എടുക്കാണ്ട് പിന്നെ എന്തെന്നാ ഇത്? പണിഷ്മെന്റ് സിമ്പിൾ 3 പണിഷ്മെന്റ്. സിറ്റപ്പ് തന്നോ അല്ലെങ്കിൽ ഞാൻ പുഷപ്പ് തരാം. ഫേസിൽ വല്ല പൗഡർ അയക്കോ? വേണ്ട, സിറ്റപ്പ് ഒന്നും കാണുവേ ചെയ്യണ്ട. ഒന്ന് ഇത് എന്ത് പിന്നെ എന്തിനു പറയാ, അതിപ്പോ ഇൻഫ്ലുവന്റ് അല്ലേ? ഈ പണിഷ്മെന്റ് ഇൻഫ്ലുവന്റ് അല്ലേ? പറഞ്ഞോ ഇത് ഞാൻ ഏറ്റെടുക്കുമല്ലോ. ഇഞ്ചി എന്താ 3 പണിഷ്മെന്റ് പറ. 3 പണിഷ്മെന്റ് പറ. 3 പണിഷ്മെന്റ് പറ. എന്റെ വളരെ ചെറിയ പണിഷ്മെന്റ് ആയിരിക്കും. എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുഞ്ഞി പണിഷ്മെന്റ് ആയിരിക്കും. പറയാ പയ്യ തർക്കിക്കും ചെയ്യല. അതുകൊണ്ട് പറയുന്നത് പയ്യ ജയിച്ചാ പറയും ഞാനത് എടുക്കൂല ഇതെടുക്കൂല എന്ന് പറയുന്നുണ്ടാണ്. ആദ്യം തന്നെ പറയുന്നത്. കരീബ് പുറത്തേക്ക നാസർക്ക പോലെ വിളിക്ക് പറയോ. സമയമില്ല, വെറുതെ ലേറ്റ് ആക്കല്ല. എന്താ പേര് മാറ്റി? മനസ്സിലായില്ലേ? ആ പേര് മാറ്റിയടാ. ചുമ്മാ ഒരു ഗെയിം കളിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിഷ്മെന്റ് തീരുമാനിക്കാം. നേരം നോക്കുക. പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ. ചെറിയ ഗെയിമല്ല, വലിയ ഗെയിമിൽ ഞാൻ റെഡി. പണിഷ്മെന്റ് തന്നെ എപ്പോഴും പണിഷ്മെന്റ് അല്ലേ? 3 പണിഷ്മെന്റ് പറഞ്ഞാൽ എന്റെ 3 പണിഷ്മെന്റ് പണിഷ്മെന്റ് പറയുള്ളൂ. അത്രേ ഭയ്യ താർക്കിക്കാൻ കഴിയല്ല. ഞാൻ പോയി ഇങ്ങോട്ട് ഞാനാണോ വന്നങ്ങ് പൊക്കൂടെ? തനിയെ ഞാൻ പോയി.